ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ വലിയ കൺസേൺസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല സ്കൂളുകളും അന്വേഷിച്ച് നമ്മൾ കാലങ്ങളോളം നടക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്കൂൾ തന്നെ വേണമെന്ന് ശാഠ്യം പിടിക്കുന്നതുമൊക്കെ. പക്ഷേ പലപ്പോഴും പല സ്കൂളുകൾക്കും ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള സിലബസുകളുണ്ട്. ആ സിലബസ് തന്നെ പഠിപ്പിച്ചേ പറ്റൂ. ഒരു കൃത്യസമയത്തിനുള്ളിൽ അത് തീർക്കേണ്ടതുണ്ട്. മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കൂടി കഴിഞ്ഞു വരുമ്പോൾ പലപ്പോഴും നമ്മുടെ പാഠ്യപദ്ധതികളനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയുന്ന ഒരു വ്യക്തിയായിട്ട് അവൻ പുറത്തേക്ക് വരുന്നു. പക്ഷേ പലപ്പോഴും അവന് ലൈഫ് സ്കില്ലുകൾ ഉണ്ടാവാറില്ല. എന്താണ് ലൈഫിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന്, അതിൻ്റെ ചേരുവ എന്താണെന്ന് അവൻ അറിയാറില്ല. പലപ്പോഴും പല കുട്ടികളും മറ്റുള്ള ആളുകളിൽ നിന്നോ ചില ജനറൽ നോളജ് കൊണ്ടോ എന്തോ ഒരു ഭാഗ്യം കൊണ്ടോ ഒക്കെ ചില ആളുകൾ അതിൽ എക്സൽ ചെയ്യും എന്നുള്ളതല്ലാതെ ഭൂരിഭാഗം കുട്ടികൾക്കും സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നോ, എങ്ങനെയാണ് ഒരാളോട് സംസാരിച്ചെടുക്കേണ്ടതെന്നോ, എങ്ങനെയാണ് ഒരു ഡീല് നടത്തേണ്ടതെന്നോ, അല്ലെങ്കിൽ പൈസ എങ്ങനെ സമ്പാദിക്കണമെന്നോ, ചുറ്റുപാടുമുള്ള നിയമങ്ങൾ എന്താണെന്നോ, രാജ്യം എന്താണെന്നോ, ചുരുക്കി പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ള ഒരു ജനറൽ നോളജോ കോമൺ സെൻസോ ഇതൊക്കെ പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊരു റിയൽ കൺസേൺ തന്നെയാണ്. കാരണം എത്ര വലിയ സ്കൂളാണെങ്കിലും സ്കൂളിൻ്റെ ഒരു കാഠിന്യം കൂടുന്തോറും ചിലപ്പോൾ ഇതിലൊക്കെയുള്ള എക്സ്പെർട്ടീസ് കുറഞ്ഞു വരുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ കൺസേൺ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പല ഓൺട്രപ്രണേഴ്സിനോട് സംസാരിക്കുമ്പോഴും അവരുടെ മക്കളൊക്കെ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരാത്തതിൻ്റെ ഒരു കാരണം അവർ വളരെ തിയറട്ടിക്കലായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് പ്രാക്ടിക്കലി നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധ്യവും അവർക്കില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വെൽത്ത് മേക്കിംഗ് അല്ലെങ്കിൽ മണി മേക്കിംഗ്, ഓൺട്രപ്രണർഷിപ്പ്, ടാക്സസ്, ലോസ്, ലൈഫ് സ്കിൽസ്, ജനറൽ നോളജ്, കോമ്പറ്റീറ്റീവ്നെസ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളുടെ കുട്ടികൾ ഇപ്പോഴും പിന്നിലാണ്. അവർക്ക് ഇപ്പോൾ അറിയാവുന്നത് എൻ്റർടൈൻമെൻറ്റും വളരെ പുറമെയുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമാണ് എന്നുള്ളതൊരു സത്യമാണ്. പലപ്പോഴും എംപ്ലോയബിൾ അല്ലാത്ത ഒരു കൂട്ടം ആളുകളെയാണ് സ്കൂളുകളും കോളേജുകളും പടച്ചുവിടുന്നത്. എല്ലാ സ്കൂളുകളെയും കോളേജുകളെയും ഒരുമിച്ച് അധിക്ഷേപിക്കുകയല്ല, പക്ഷേ ഈ സിസ്റ്റത്തിനുള്ള ചില പരിമിതികൾ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇത്തരം പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നോളജ് ഹോഴ്സ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ആരംഭിച്ചിരിക്കുന്നത്. നോളജ് ഹോഴ്സ് കുട്ടികളെ എംപവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നോളജ് ഹോഴ്സിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. സ്കൂളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. സ്കൂളുകളിൽ 3 ദിവസത്തെ വർക്ക്ഷോപ്പായിട്ട് അവതരിപ്പിക്കുന്ന ലൈഫ് സ്കില്ലിനെയും ഓൺട്രപ്രണർഷിപ്പിനെയും ക്വിസിങ്ങിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന എക്സലൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പുണ്ട്. അത് സ്കൂളുകൾക്ക് വേണ്ടി മാത്രമാണ്. ഒരു സ്കൂളിൽ ഒരു സർട്ടൻ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് അവർക്ക് മാത്രം നടത്തുന്ന ഒരു പ്രോഗ്രാം അവരുടെ കരിയറിലും അവരുടെ ലൈഫിലും പിന്നീട് വരുന്ന കോമ്പറ്റീഷനുകളിലുമൊക്കെ ഏറ്റവും മികച്ചതാവാൻ അവരെ സഹായിക്കുന്ന വളരെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഒപ്പം ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ ബിസിനസ് മാത്രമാണ് എന്ന് ധരിക്കരുത്. അതിനെ ഒരു 360 ഡിഗ്രിയിൽ കാണാൻ പറ്റുന്ന എല്ലാ മാനേജറിയൽ സ്കിൽസും ലീഡർഷിപ്പ് സ്കിൽസും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിനെ നമ്മൾ 15 എന്നാണ് വിളിക്കുന്നത്. കാരണം 15ഓളം ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. ഏകദേശം ഒരു 15 വയസ്സാകുമ്പോഴേക്കും ഒരാൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം സ്കൂളുകൾക്ക് വേണ്ടി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മളുടെ ഈ 15 എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഈ വെക്കേഷനിൽ നമ്മളുടെ പ്രിമൈസസിൽ വെച്ച് അവതരിപ്പിക്കുന്നു. അത് സ്റ്റുഡൻസിനെ എംപവർ ചെയ്യാനുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. 3 ദിവസമാണ് പ്രോഗ്രാം. 3 മണിക്കൂർ വെച്ച് 3 ദിവസമുള്ള പ്രോഗ്രാമാണ്. ഇതൊരു കോഴ്സ് പോലെയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചെയ്യാനുള്ള കുറച്ച് ഹോംവർക്കുകളും കുറച്ച് അസൈൻമെൻറ്റുകളും കൊടുക്കും. ആ അസൈൻമെൻറ്റുകളിലൂടെ അതെല്ലാം ചെയ്തു വരുമ്പോഴാണ് രണ്ടാമത്തെ ദിവസത്തേക്ക് വരുന്നത്. രണ്ടാമത്തെ ദിവസത്തിലും കുറച്ച് അസൈൻമെൻറ്റുകളുണ്ടാവും. 3-ാമത്തെ ദിവസത്തോടു കൂടി സർട്ടിഫിക്കേഷനിലേക്ക് പോവുകയും ചെയ്യും. 3 ദിവസത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ്. അത് വെക്കേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എറണാകുളത്ത് വെച്ചിട്ടാണ് നമ്മളുടെ ഓഫീസ് പ്രിമൈസസിൽ വെച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാം. വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം. ഇത് വളരെ ഫോക്കസ്ഡ് ആണ്. ലൈഫ് സ്കിൽസും ക്വിസിങ്ങും ജനറൽ നോളജും കോമ്പറ്റിറ്റീവ് എക്സാംസിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനും ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അൾട്ടിമേറ്റ്ലി ഒരു കുട്ടിയെ ഫ്യൂച്ചറിലേക്ക് കോമ്പീറ്റൻ്റ് ആക്കുക, അവനെ ഏറ്റവും നല്ല മനുഷ്യനാക്കുക, അവന് കുറേ വാല്യൂസും ലൈഫ് സ്കിൽസും ഒക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ 3 ദിവസത്തെ വർക്ക്ഷോപ്പിൻ്റെ ഉദ്ദേശം. 15ഓളം ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്താൽ മതി. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം,
മറ്റ് ഏതൊരു പ്രോഗ്രാമിന് പോകുന്നതിൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരനുഭൂതിയും റിസൾട്ടും ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഞങ്ങളിത് ഡിസൈൻ ചെയ്തത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയാണ്, പ്രാക്ടിക്കലായിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്, ഞങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും കടന്നു പോകുന്ന ചില സിറ്റുവേഷൻസിൽ നിന്നാണ്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കുട്ടി ഈ വെക്കേഷനിൽ എക്സലൻ്റായി മാറട്ടെ.